വെൽക്കം ടു വീട്ടമ്മ കുക്കിംഗ് ചാനൽ. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് ആദ്യം ചിക്കൻ ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കാം. ആവശ്യമായ വെള്ളം ഒഴിച്ച് സ്പൈസസ് ഇട്ട് തിളപ്പിക്കുക, ഉപ്പും കൂടെ ഇട്ട്. പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ പാതയും കൂടെ ചേർക്കുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും ആവും. നമ്മൾ എക്സ്ട്രാ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമുക്ക് ഈ അരി ഒരു വിസിൽ വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 4 മുഴുത്ത സവോള നല്ല നൈസായിട്ട് അരിഞ്ഞത് ഞാൻ നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ആക്കി എടുക്കാം. അതും കോരി മാറ്റിയിട്ട് നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ ഞാൻ അരമണിക്കൂർ മുമ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. ചിക്കൻ ഞാൻ ഫ്രൈ ആക്കിയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. ഫ്രൈ ആയിട്ട് കറി വെക്കുമ്പോൾ ഈ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഫ്രൈ ആയി കറി വെക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ കറി തന്നെ ഇന്ന് റെഡിയാക്കുന്നത്. ചിക്കനെല്ലാം നല്ലതായി ഫ്രൈ ആക്കി എടുക്കുക. അതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ എണ്ണയിൽ തന്നെ നമുക്ക് കറുവ ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിന് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ചേർത്തിട്ടുണ്ട്. ഒരു 2 വലിയ സവോള നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായി വഴറ്റിയെടുക്കാം. നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എന്തോരം ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യമായ മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇവയെല്ലാം ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ മൂപ്പിച്ചെടുക്കാം. ഇന്ന് ഇച്ചിരി ചിക്കൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. നമ്മൾ എന്തോരം എടുക്കുന്നോ അതിനാവശ്യമായ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ കൂട്ടിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കനെല്ലാം നല്ലതായി ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഒത്തിരി വേവൊന്നും ഇനി ചിക്കന് ആവശ്യമില്ല. ഒരു ശകലം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ ഈ മസാലയിലേക്ക് നന്നായി ഒന്ന് പിടിക്കുന്നിടം വരെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. കറി നല്ല തെളിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഗോൾഡൻ ബ്രൗൺ ആക്കി വെച്ച നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറി റെഡിയാവും. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ചിക്കൻ കറി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ചിക്കൻ കറി ഉണ്ടാക്കിയ ഉള്ളിലേക്ക് തന്നെയാണ് ഞാൻ ഈ ബിരിയാണി സെറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രേവിയുടെ ടേസ്റ്റ് ഓർത്ത് അത് കളയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. നമുക്ക് ആദ്യം ചിക്കൻ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. റൈസിൻ്റെ അകത്തെ പൈനാപ്പിളൊന്നും ഞാൻ മാറ്റുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ പൈനാപ്പിൾ ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അത് കളയുന്നില്ല. അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഒനിയൻ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ലെയർ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുക. ഒരു ലെയർ ചിക്കൻ കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്കും നമ്മൾ മാറ്റി വെച്ച പകുതി റൈസും കൂടെ ഇട്ട് കൊടുത്ത് നേരത്തെ സെറ്റ് ചെയ്ത പോലെ തന്നെ ഫ്രൈ ആയ ഒനിയനും കാഷ്യൂ അണ്ടിപ്പരിപ്പും പിന്നെ മല്ലിയിലയും ചേർത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് സെറ്റാകാൻ വെക്കുന്നുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ ബിരിയാണി എടുത്തു കഴിഞ്ഞുണ്ടല്ലോ, ഈ ബിരിയാണി ഭയങ്കര ടേസ്റ്റാണ്. എക്സ്ട്രാ എസൻസ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഈ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ മറ്റുള്ള ബിരിയാണി കഴിക്കുമ്പോൾ പെട്ടെന്ന് മടുത്തു പോകും. ഈ ബിരിയാണി കഴിക്കുമ്പോൾ ആ മടുപ്പ് ഉണ്ടാവുകയില്ല. എല്ലാവർക്കും ഭയങ്കരമായി ഇഷ്ടപ്പെട്ട ഒരു ബിരിയാണിയായത്. സത്യം പറയാമല്ലോ, ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ നോക്കൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.